വായുമലിനീകരണത്തോത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു സുപ്രധാന ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റി. നഗരത്തിലെ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഓപ്പൺ ഈറ്ററികളിലും ഗ്രില്ലിംഗിനായും മറ്റും ഉപയോഗിക്കുന്ന തന്തൂർ അടുപ്പുകൾക്കാണ് നിയന്ത്രണം. ഇതിൽ ഉപയോഗിക്കുന്നത് കൽക്കരിയും വിറകുമായതുകൊണ്ടാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1981 പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടിന്റെ സെക്ഷൻ 31A പ്രകാരമാണ് ഉത്തരവ്. അതുപ്രകാരം എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും ഇലക്ട്രിക്, ഗ്യാസ് അല്ലെങ്കിൽ മറ്റ് ശുദ്ധ ഇന്ധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൽക്കരിയും വിറകും വലിയ തോതിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നിലവാരത്തെ ബാധിക്കും എന്നതിനാലാണിത്. വായുമലിനീകരണ ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ചൊവ്വാഴ്ച തുറന്ന സ്ഥലങ്ങളിലെ കത്തിക്കൽ പൂർണ്ണമായും നിരോധിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തുറന്ന സ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുന്നവരിൽ നിന്ന് ജില്ലാ ഭരണകൂടത്തിനും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും 5000 വരെ പിഴ ഈടാക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ മോശം വിഭാഗത്തിൽ തുടരുകയായിരുന്നു. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നതനുസരിച്ച് ചൊവ്വാഴ്ച AQI 291 ബുധനാഴ്ച രാവിലെ ഡൽഹിയിലുടനീളം സമാനമായ AQI റീഡിംഗുകളാണ് രേഖപ്പെടുത്തിയത്. നഗരത്തിൽ ആശങ്കാജനകമായ മലിനീകരണ നിലവാരത്തെക്കുറിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.